കണ്ണൂരിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ കൂട്ടത്തല്ലിൽ KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂർ ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസ്. മുഹമ്മദ് ബ്ലാത്തൂരിന്റെ മകൻ ഓൺലൈൻ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു സംഘർഷം. പരാതി നൽകാതിരിക്കാൻ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആക്രമിച്ചു എന്നാണ് പരാതി. എന്നാൽ മകനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമില്ലെന്നാണ് മുഹമ്മദ് ബ്ലാത്തൂരിന്റെ പ്രതികരണം. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവം? നികേഷ്, ഇന്നലെയായിരുന്നു കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഘർഷം നടന്നിട്ടുള്ളത്. KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ മകൻ അതായത് ഓൺലൈൻ വ്യാപാരം നടത്തി സാമ്പത്തികമായി ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കി എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി പണം തിരികെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പരാതിക്കാരായിട്ടുള്ളവരെ ഈ ആശുപത്രിക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അവിടെ നിന്ന് ഈ പരാതിക്കാരും ഈ മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ അനുയായികളായിട്ടുള്ളവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അത് സംഘർഷമായി മാറുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ബ്ലാത്തൂർ നൽകുന്ന പ്രതികരണം, മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഇത് ആസൂത്രിതമായി ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറുകയും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുകയുമായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നത് എന്നാണ് മുഹമ്മദ് ബ്ലാത്തൂർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഹമ്മദ് ബ്ലാത്തൂർ ഉൾപ്പെടെ 5 പേർക്കെതിരെ ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഭാഗമായി 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ഇരിക്കൂർ സ്വദേശികളായിട്ടുള്ള ഒരു യുവാവും അവരുടെ പിതാവുമാണ് ഈ പണം വാങ്ങുന്നതിന് വേണ്ടി ഈ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ആ സമയത്ത് മുഹമ്മദ് ബ്ലാത്തൂരും അദ്ദേഹത്തിൻ്റെ മകനും സഹോദരനും ചേർന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിക്കാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി പോലീസ് ഇപ്പോൾ മുഹമ്മദ് ബ്ലാത്തൂർ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ കല്യോട്.